ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാർത്തകൾ കേട്ട് ഞെട്ടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അവിശ്വസനീയമായ വാർത്തകൾ കേൾക്കുമ്പോൾ എങ്ങനെ ഞെട്ടാതിരിക്കുമല്ലേ? പക്ഷേ അതൊരു പതിവായതോടുകൂടി അങ്ങനെ ഞെട്ടാറില്ല. പക്ഷേ കേൾക്കുന്ന വാർത്തകൾ ഒരുപാട് ആശങ്ക ഉണ്ടാക്കുന്നതാണ്. കുറ്റകൃത്യങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്നു. ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെക്കുറിച്ച് പൊതുവെ പറയുന്ന ഒരു കാര്യമുണ്ട്, അയാൾ മയക്കുമരുന്നിന് അടിമയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ആലോചിക്കുമല്ലേ, മനുഷ്യരിങ്ങനെയൊക്കെ ചെയ്യുമോ? മനുഷ്യരെ പോലെ ജീവിക്കാനുള്ള സാഹചര്യം ഇല്ലാതായി എന്നുള്ളതാണ് വാസ്തവം. സഹജീവികളെ പരിഗണിച്ച് സ്നേഹിച്ച് സമാധാനത്തോടും സന്തോഷത്തോടും ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതായി വരികയാണ്. അപ്പോൾ മയക്കുമരുന്നല്ല ഇവിടുത്തെ പ്രശ്നം, നമ്മുടെ ജീവിത സാഹചര്യങ്ങളാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ജീവിത ശൈലികളിൽ വന്ന ചില വ്യത്യാസങ്ങൾ കൊണ്ട് ശാരീരികമായിട്ട് പല രോഗങ്ങളും അല്ലെങ്കിൽ അസ്വസ്ഥതകളും നമുക്കുണ്ടാകുന്നുണ്ട്. അങ്ങനെയുള്ള രോഗങ്ങൾക്കെതിരെ നമ്മൾ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ സംഭവിച്ചു. ഇപ്പോൾ മാനസികാരോഗ്യത്തെ ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരാൾ മയക്കുമരുന്ന് കഴിക്കുമ്പോൾ അത് അയാളുടെ മാനസികാരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഇപ്പോൾ ശരീരത്തിൻ്റെ ആരോഗ്യം പ്രശ്നത്തിലായി കഴിഞ്ഞാൽ അത് ആ വ്യക്തിയെയാണ് കൂടുതലായിട്ട് ബാധിക്കുക. പിന്നെ വളരെ അടുത്ത ആളുകൾക്കും അതുകൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷേ മാനസികാരോഗ്യം തകരാറിലായാൽ അതൊരു സമൂഹത്തെ തന്നെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നമായിട്ട് മാറും. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ലോകത്തെ വിശേഷിപ്പിക്കുന്ന ഒരു വാക്കുണ്ട്, വുക്ക, VUCA. 4 വാക്കുകളുടെ ആദ്യത്തെ അക്ഷരം ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു ചുരുക്കെഴുത്താണ് വുക്ക. വി എന്ന് പറഞ്ഞാൽ വോളറ്റിലിറ്റി. ഈ മാറ്റങ്ങൾ ഹൈ സ്പീഡിലായി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. പെട്ടെന്ന് നമ്മുടെ സാഹചര്യങ്ങളിൽ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അടുത്തത് യു, അൺസർട്ടനിറ്റി. നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളിൽ ഒരു കൺട്രോളും ഇല്ല, ഒരു ഉറപ്പുമില്ല എന്ത് സംഭവിക്കും. ഒരു അരക്ഷിതാവസ്ഥ, ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. സി എന്ന് പറഞ്ഞാൽ കോംപ്ലക്സിറ്റിയാണ്, സങ്കീർണത. ലളിതമായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല, എല്ലാം വളരെ സങ്കീർണമാണ്. എ എന്ന് പറഞ്ഞാൽ ആംബിഗ്വിറ്റി, വ്യക്തതയില്ലാത്ത ഒരു സാഹചര്യം, ഒരു ടോട്ടൽ കൺഫ്യൂഷൻ. വുക്ക എന്നുള്ള പ്രയോഗം വന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. അതായത് കാര്യങ്ങൾ സങ്കീർണമാകാൻ തുടങ്ങിയപ്പോൾ ചില സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടപ്പോൾ അവിടെ ലീഡർഷിപ്പ് എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് ചർച്ചകളും ചിന്തകളൊക്കെ ഉണ്ടായി. അപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നൊരു വാക്കാണിത്. പക്ഷേ ഇന്നാണ് ആ വാക്ക് ശരിക്കും അന്വർത്ഥമായിട്ട് മാറിയത്. ഇന്നത്തെ ലോകത്തെ വിശേഷിപ്പിക്കാൻ ഇതിലും നല്ലൊരു വാക്കില്ല. ഇവിടെ നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, ഇങ്ങനെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കാൻ മാനസികമായും ശാരീരികമായും കരുത്ത് നേടുന്നതിനെയാണ് റെസിലിയൻസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പ്രതിരോധം തീർക്കാൻ, ഇതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ ശാരീരികമായും മാനസികമായും കരുത്ത് നേടുക. ഇതെല്ലാം കൂടി ഉൾപ്പെട്ട മലയാളത്തിലുള്ളൊരു ഒറ്റ വാക്ക് എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് റെസിലിയൻസിനെ കുറിച്ചാണ്. ഈ ലോകം ഇങ്ങനെയായി മാറുമ്പോൾ നമുക്കെല്ലാവർക്കും അതിൽ പങ്കുണ്ടെങ്കിലും അത് നമ്മുടെ കൺട്രോളിലല്ല. നമുക്കിപ്പോൾ ചെയ്യാവുന്ന ഒരു കാര്യം ഈ കരുത്ത് നേടുക എന്നുള്ളതാണ്. ഈ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ളൊരു കരുത്ത് നമുക്ക് ആർജിച്ചെടുക്കാം. അപ്പോൾ നേരത്തെ ഈ വുക്ക വേൾഡിൻ്റെ പ്രശ്നങ്ങൾ കുറച്ച് പ്രസ്ഥാനങ്ങളെയും കുറച്ച് സ്ഥാപനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നമായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, സകല ആളുകൾക്കും ഈ ജീവിത സാഹചര്യങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ നേരിടാനായിട്ട് നമുക്ക് എങ്ങനെയാണ് ശാരീരികമായും മാനസികമായിട്ടും കരുത്ത് ആർജിക്കാൻ പറ്റുക? ഏതായാലും നമുക്ക് പിന്നോട്ട് പോയി സമാധാനം സന്തോഷമൊന്നും കൊണ്ടുവരാൻ പറ്റില്ല, നമുക്ക് മുന്നോട്ട് തന്നെ പോകണം. പക്ഷേ ആ കരുത്ത് നമ്മൾ ആർജിച്ചെടുക്കണം. അതിനുള്ള ചില വഴികളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വുക്ക എന്ന ചുരുക്കെഴുത്തിലെ 4 വാക്കുകളും മാനസികാരോഗ്യത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. അതിന് നമ്മൾ പരിഹാരം കണ്ടെത്തിയേ മതിയാവൂ. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ അക്ഷരമാണ് വി, വോളറ്റിലിറ്റി. വലിയ സ്പീഡിൽ ഇങ്ങനെ ചേഞ്ച് വരുമ്പോഴാണ് അതിനെ വോളറ്റിലിറ്റി എന്ന് പറയുന്നത്. ഒന്ന് സ്ഥിരമായി കുറച്ച് സമയം പോലും നിൽക്കുന്നില്ല. അങ്ങനെ പെട്ടെന്ന് മാറുമ്പോൾ നമ്മൾ പറയൂലേ, ട്രെൻഡിങ്, ഇപ്പോൾ ഇതാണ് ഫാഷൻ. പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ ആ ട്രെൻഡ് മാറും. നമ്മൾ പലപ്പോഴും ഈ ട്രെൻഡിൻ്റെ പിന്നാലെ പോകും. സോഷ്യൽ മീഡിയ ഒക്കെ വന്നതോടുകൂടി ബാക്കിയുള്ളവർ ചെയ്യുന്നത് എന്താണെന്ന് നോക്കി ചെയ്യാനുള്ള ഒരു താല്പര്യം നമുക്ക് കൂടുതലാണ്. ഇപ്പോൾ ഇതാണ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കത് എന്തുമാത്രം ഉപകാരപ്രദമാണെന്ന് ആലോചിക്കാതെ തന്നെ നമ്മളത് ചെയ്യാറുണ്ട്. അപ്പോൾ ട്രെൻഡിൻ്റെ പിന്നാലെ പോകുന്നവർ
അവശരാകും. ഞങ്ങളുടെ വീട് ഇപ്പോൾ വൈറ്റ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുക. ബെഡ്റൂമിനകത്ത് അടിക്കാൻ നേരത്താണ് ഇപ്പോഴത്തെ വേറൊരു ട്രെൻഡ് ചർച്ചാ വിഷയമായത്. ബെഡ്റൂമിനകത്തുള്ള ഭിത്തികളിൽ പലതരം കളറുകൾ അടിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ച അതിൻ്റെ ആവശ്യം എന്താണല്ലേ? നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ് എന്ന് പറയും. ഇത് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് എന്താണ് പ്രയോജനം, അത് നമ്മൾ ആലോചിക്കണം. ചില മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാകുകയും വേണം. ഇപ്പോൾ പണമിടപാടുകളൊക്കെ ഡിജിറ്റൽ അല്ലേ. എനിക്ക് ആ ചേഞ്ചിനോട് പൊരുത്തപ്പെടാൻ കുറച്ച് സമയം എടുക്കേണ്ടി വന്നു. അതിലൊക്കെ വരുന്ന ഒരു അപകടം എന്താണെന്നോ, പണമിടപാട് നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമായ ഒന്നാണ്. അതൊക്കെ തീരുമാനിക്കുന്നത് സർക്കാരല്ലേ. അവർ പെട്ടെന്ന് തീരുമാനങ്ങൾ മാറ്റുകയും നമുക്കത് ശീലമില്ലാതെ ആകുകയും വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടിലാവില്ലേ? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ പേപ്പർ വായിച്ചപ്പോൾ ഞെട്ടിപ്പോയി. പേപ്പറിലെ ആദ്യത്തെ വാർത്തയാണ് നോട്ടേ വിട, ഏതോ ഒരു ഡേറ്റ് തൊട്ട് ഇവിടെ കറൻസി ഉണ്ടാവില്ല എന്ന ഒരു വാർത്തയാണ്. ഞാൻ പെട്ടെന്നങ്ങ് ഞെട്ടിപ്പോയിട്ടാ. ദൈവമിനി എന്ത് ചെയ്യും? എനിക്കിതൊന്നും അത്ര പരിചയമില്ല താനും. ഞാൻ നെറ്റ് ബാങ്കിങ്ങോ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഈ വാർത്തയുടെ പിന്നിൽ വേറെ ഉദ്ദേശങ്ങളാണെന്ന്. പക്ഷേ അതൊരു ഐ ഓപ്പണറായിരുന്നു കേട്ടോ. മാറ്റങ്ങൾ വരുമ്പോൾ നമുക്ക് പറ്റില്ല എന്നും പറഞ്ഞ് മാറി നിൽക്കാൻ സാധിക്കില്ല. അതായത് ചില കാര്യങ്ങൾ എക്സ്പയറി ഡേറ്റിലാവും. എക്സ്പയറി ഡേറ്റിലാകുന്ന സാധനങ്ങൾ വലിച്ചെറിഞ്ഞ് കളയുന്നത് പോലെ ചില കാര്യങ്ങൾ നമ്മളങ്ങ് എറിഞ്ഞ് കളയേണ്ടതായിട്ട് വരും. മുക്കയിലെ രണ്ടാമത്തെ അക്ഷരമാണ് യു, അൺസർട്ടനിറ്റി. എന്ത് സംഭവിക്കുമെന്ന് മുൻകൂട്ടി പറയാൻ പറ്റാത്തൊരവസ്ഥ. നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ അടുത്ത 5 വർഷത്തിന് ശേഷം എൻ്റെ പ്ലാൻ എന്താണ്, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. കോഴ്സിനൊക്കെ ചേരുമ്പോൾ നമ്മൾ കോഴ്സിൻ്റെ സ്കോപ്പിനെ പറ്റി ചിന്തിക്കും. പക്ഷെ ഇപ്പം അങ്ങനെ പറയാനേ പറ്റില്ല അല്ലേ. അങ്ങനെ ഒരു അരക്ഷിതാവസ്ഥയിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അത് നമ്മുടെ ഉള്ളിലൊരു വലിയൊരു ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കും. ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് ഇനി എന്തായിരിക്കും വരാൻ പോകുന്നത്, അത് നമുക്ക് ശരിക്കും സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒന്നാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ അതിജീവിച്ചേ മതിയാവും. ശരിക്കും ഈ അൺസർട്ടനിറ്റി ഒന്നും നമ്മളെ ബാധിക്കാത്ത വിധത്തിലാണ് നമ്മുടെ ജീവിതം സംവിധാനം ചെയ്തിരിക്കുന്നത്. കാരണം എന്താണെന്നറിയാമോ? ഇതൊന്നും നമുക്ക് പ്രശ്നമേ അല്ല. അടുത്ത നിമിഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ഒന്നാണ്. അപ്പോൾ അത്രയും അൺസർട്ടനിറ്റിയിൽ ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ. ഇത്ര വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അങ്ങനെ ആകുലപ്പെടേണ്ട കാര്യമില്ല അല്ലേ. അപ്പോൾ അടുത്ത നിമിഷം പോലെ ഒരു ഗ്യാരണ്ടി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഈ നിമിഷമാണ് റിയാലിറ്റി. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, അത് ഏറ്റവും കൃത്യമായും ഭംഗിയായിട്ടും ചെയ്യുക. ഈ നിമിഷത്തിൽ ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഈ അൺസർട്ടനിറ്റി. നമ്മൾ പൊതുവെ പറയില്ലേ, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്താ കാര്യമുള്ളത്, എന്തൊക്കെ വരുമെന്ന് ആർക്കറിയാം. ഇവിടെ നമുക്ക് ചെയ്യാവുന്ന വേറൊരു കാര്യവും കൂടിയുണ്ട്. ഇവിടെ പ്ലാനിങ് അല്ല വേണ്ടത്, ഇവിടെ വിഷൻ എന്ന് പറയും. ഒരു ഉൾക്കാഴ്ച. ഇപ്പോൾ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടാക്കുകയും ചെയ്യാം. മൂന്നാമത്തെ വാക്കാണ് കോംപ്ലക്സിറ്റി. ലളിതമായ കാര്യങ്ങളോടാണ് നമുക്ക് താല്പര്യം. മനുഷ്യന് പറ്റിയതോ അതാണ്. സങ്കീർണത നമുക്ക് പറ്റിയൊരു കാര്യമല്ല. ഇന്നത്തെ ലോകം വളരെ വളരെ സങ്കീർണമാണ്. സ്പീഡ് ഇങ്ങനെ കൂടിയപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യണം, ഇതെല്ലാം പെട്ടെന്ന് ചെയ്തു തീർക്കണം. അപ്പോൾ നമുക്കിതെല്ലാം പഠിച്ച് മനസ്സിലാക്കി ഇത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ സങ്കീർണത കടന്നു വരുന്നു. ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതെല്ലാം പഠിക്കുമ്പോഴാണ് നമുക്കിത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അങ്ങനെ ഇപ്പം സാധ്യമല്ല. നമുക്ക് ആവശ്യം എന്താണോ അത് മാത്രം ചെയ്യുന്ന ഒരു രീതി. ഈയിടെ ഞങ്ങളൊരു വൈഫൈ കണക്ഷൻ എടുത്തു. അപ്പോൾ എന്താ രസമെന്ന് വെച്ചാൽ, എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ അതിൻ്റെ കോൾ സെൻറ്ററിലേക്ക് വിളിക്കുമ്പോൾ വേറൊരാൾ വിളിക്കാൻ പറയും. അതിവിടെ ചെയ്യില്ല, വേറൊരാൾ വിളിക്കാൻ പറയും. അപ്പോൾ അയാൾ വിളിക്കുമ്പോൾ അയാൾ ഇതുപോലെ ഒരു ഉത്തരം തരും. അങ്ങനെ ഒരു തരത്തിലും ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റാതെ വിഷമിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്കിതൊക്കെ മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യാൻ അതും സാധ്യമല്ല. കാരണം എല്ലാമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അത് അസാധ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണെന്ന് പറയേണ്ടി വരും. ഒരു രോഗനിർണയം പോലും വളരെ സങ്കീർണമായി മാറിയില്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് ഒരുപാട് പേരെ ആശ്രയിച്ചാൽ മാത്രമേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ജോലി സ്ഥലത്തായാലും വീട്ടിലായാലും എവിടെയായാലും ഒരു ടീം വർക്കിനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. കാരണം നമുക്ക് പല കാര്യങ്ങളിലും മറ്റുള്ളവരുടെ സഹായം വേണ്ടി വരും, മറ്റുള്ളവരെ സഹായിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകാനുള്ള കഴിവ് ആർജിക്കുക എന്നുള്ളത് വളരെ
പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ആവശ്യമുള്ള സഹായം ചോദിക്കാൻ നമ്മൾ മടിക്കേണ്ടതില്ല. അതുപോലെ തന്നെയാണ് മറ്റുള്ളവർക്ക് എന്ത് സഹായം വേണം അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ സഹായിക്കാനുള്ള മനസ്സ്, ഇതെല്ലാം ഈ സങ്കീർണതയ്ക്ക് വലിയൊരു പരിധിവരെ പരിഹാരമാകും. ഇനി 4ാമത്തെ അക്ഷരം ആംബിഗ്വിറ്റി. ഒന്നും അത്ര വ്യക്തമല്ല, ക്ലാരിറ്റി ഇല്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കൺഫ്യൂഷൻ. ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുക. ഒരുപാട് വാർത്തകൾ പലതരത്തിലിങ്ങനെ നമ്മളിലേക്ക് എത്തുമ്പോൾ ഇതിലേതാണ് സത്യം, ഏതാണ് നമുക്ക് വേണ്ടത്, വേണ്ടാത്തത്, ഇതിനെക്കുറിച്ച് ഒരു തരത്തിലും നമുക്കൊരു കൺക്ലൂഷനിലെത്താൻ പറ്റുന്നില്ല. തീരുമാനങ്ങൾ പലതും തെറ്റിപ്പോകുന്നു. ഇന്ന് നമുക്ക് പൊതുവായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളൊരു കാര്യം തുടങ്ങി പകുതിയായി കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു ഇത് നമുക്ക് പറ്റിയതല്ല, പിന്നെ ഒരു തിരിച്ചു പോരലാണ്. ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു കോഴ്സിന് ചേരണമെങ്കിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ കൃത്യമായിട്ട് വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് പകുതി പഠിച്ചു കഴിയുമ്പോൾ ഇത് പറ്റിയതല്ല എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം ഇന്നത്തെ ലോകത്തുണ്ട്. ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ഒന്നിരുന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകും അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ലല്ലോ എന്ന്. പക്ഷെ നമ്മുടെ ചിന്തയുടെ കേന്ദ്രം നമ്മുടെ തലച്ചോറിലാണ്. ഈ തലച്ചോറിനെ വീക്കാക്കുന്ന ചില ശീലങ്ങൾ നമുക്കുണ്ട്. അത് ഇന്നത്തെ പ്രത്യേക ജീവിത സാഹചര്യങ്ങളിലൂടെ നമ്മളിൽ വന്നു ചേർന്നതാണ്. അപ്പോൾ ഈ ശീലങ്ങളുണ്ടെങ്കിൽ കഴിയുന്നത്ര ഒഴിവാക്കണം. ആ ഒഴിവാക്കേണ്ട ശീലങ്ങൾ എന്താണെന്ന് നോക്കാം. ഒരു ചെക്ക് ലിസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ അതിലെ ചില ശീലങ്ങൾ നമുക്കുണ്ടാകാം, അത് ഒഴിവാക്കണം. അത് മാനസികാരോഗ്യത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ ഞാൻ ചെക്ക് ലിസ്റ്റ് പറയാം കേട്ടോ. ഈ വെളിച്ചം കുറവുള്ള സ്ഥലത്ത് കൂടുതൽ സമയം ചെലവഴിക്കുന്നവരാണോ എങ്കിൽ അതൊന്ന് മാറ്റണം കേട്ടോ. ഇനി 2ാമത്തത്, നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സമയം ചെലവഴിച്ച് മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങളിൽ കുറവ് വന്നിട്ടുണ്ടോ? ആ സോഷ്യൽ കണക്ഷൻസ് ഉണ്ടാക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മനുഷ്യരുമായിട്ട് ഇടപഴകാനും സംസാരിക്കാനും ഒക്കെ സമയം കണ്ടെത്തണം. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സമയം ചെലവഴിക്കുന്നുണ്ടോ? നമ്മുടെ ചിന്തകളെയൊക്കെ ഒരുപാട് ബ്ലോക്ക് ചെയ്യുന്ന ഒന്നാണ് ഈ സോഷ്യൽ മീഡിയ. ഉറക്കം ആവശ്യത്തിനുണ്ടോ? ഉറങ്ങാനുള്ളൊരു സമയം വേണം, ഉണരാനുള്ളൊരു സമയം വേണം, ആവശ്യത്തിന് ദൈർഘ്യം ഉണ്ടാവണം. ഇത് കൃത്യമായിട്ട് പാലിക്കണം. കാരണം റിപ്പയർ വർക്കൊക്കെ നടക്കുന്നത് ആ സമയത്താണ്. ഷുഗർ എക്സസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടോ? ഇപ്പം നമുക്ക് ഗ്ലൂക്കോസൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല എനർജി തോന്നും അല്ലേ? അപ്പോൾ ബ്രെയിനകത്ത് ചെറിയൊരു ഉത്തേജനം ഉണ്ടാക്കുന്ന ഒന്നാണ് ഷുഗർ. പക്ഷേ അത് എക്സസ് ആയി കഴിഞ്ഞാൽ പ്രശ്നമാണ്, കൺട്രോൾ ചെയ്യണം. ഏറ്റവും അവസാനത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മുടെ ബ്രെയിനിനെ ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്നതാണ് സ്ട്രെസ്. അമിതമായിട്ടുള്ള ഉത്കണ്ഠ, ഭയം, അടുക്കും ചിട്ടയും ഇല്ലാത്ത ജീവിതം, ദേഷ്യം, ഇതെല്ലാം നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കും. പക്ഷെ ഇതിലെല്ലാം നമുക്ക് നിയന്ത്രണം കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമ്മളറിയാതെ നമ്മളിലേക്ക് വന്നു ചേർന്ന ചില ശീലങ്ങൾ ഈ ചെക്ക് ലിസ്റ്റിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും ഒഴിവാക്കണം. ഈ ബുക്ക വേൾഡിൽ ജീവിക്കണമെങ്കിൽ പ്രതികൂല സാഹചര്യങ്ങൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. അതിനെ നേരിടാനുള്ള ശാരീരികവും മാനസികവുമായ കരുത്ത് നമ്മൾ ആർജിക്കണം. പ്രത്യേകിച്ചും മാനസികമായ കരുത്ത്, മാനസികമായ ആരോഗ്യം. അടുത്ത വെള്ളിയാഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.